ഈ ടോപ്പിൻ്റെ യോക്കാണ് ഫസ്റ്റ് നമ്മൾ അളവെടുക്കാൻ പോകുന്നത്. ഈ ടോപ്പിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത്, ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് 41 ഇഞ്ചാണ്. 41 ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത്. യോക്ക് 13 ഇഞ്ച് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ 13.5 ഇഞ്ച്, 13.5 ഇഞ്ച് ഷോൾഡർ. ഓക്കെ, ഇനി ഇതിൻ്റെ ചെസ്റ്റ് 18 ഇഞ്ച്, 18 ഇഞ്ച് ചെസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഈ ഇവിടുത്തെ ലൂസ് 16.5 ഇഞ്ച് കേട്ടോ. ഓക്കെ, 16.5 ഇഞ്ച്. ഇതിൻ്റെ റിഗാൾ വരുന്നത് 6.5 ഇഞ്ച്, 6.5 ഇഞ്ച് റിഗാളാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കയ്യിൻ്റെ ലെങ്ത്ത്, കറക്റ്റ് കയ്യിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ചാണ്. ഓക്കെ, ബോട്ടം ലൂസ് 5 ഇഞ്ച് ബോട്ടം ലൂസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു മോഡൽ ടോപ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ 2 സൈഡിലും ബാക്കിൻ്റെ 2 സൈഡിലും പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് യോക്കിൻ്റെ അടിഭാഗത്തേക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഫസ്റ്റ് നമുക്കിത് എങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് നോക്കാം. ഞാൻ അത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കട്ടിങ് അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കട്ട് ചെയ്തത് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും യോക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഫ്രണ്ടിൻ്റെ അടിക്കും ബാക്കിൻ്റെ അടിക്കും യോക്കിൻ്റെ അടിഭാഗത്തേക്ക് 2 സൈഡിക്കും പ്ലീറ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും യോക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ യോക്ക് കട്ട് ചെയ്തത് 14 ഇഞ്ചിലാണ്. ഓക്കെ, ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്തത് 7 ഇഞ്ചിലാണ്. അതുപോലെ ഈ ചെസ്റ്റ് 9 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അടിഭാഗം ഒരു 8.25 ഇഞ്ചിലും പിന്നെ എക്സ്ട്രാ 1 ഇഞ്ച് 2 ഭാഗത്തേക്കും തുമ്പിട്ടിട്ടുണ്ട് സൈഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്തേക്കുള്ള പീസാണ്. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് അതിൻ്റെ കട്ടിങ് വരുന്നത്. ഇവിടെ ഞാൻ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ് കറക്റ്റായിട്ട് ഇതിന് കയറ്റി വെച്ചാൽ കറക്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ചാകാരം. ആ മാർക്കിങ് 1 ഇഞ്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പാണ്, ആ യോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പാണ്. ഇത് കറക്റ്റ് അളക്കുമ്പോൾ 42 ഇഞ്ചാകാരം. ഓക്കെ, ലെങ്ത്ത് വരും കേട്ടോ. കറക്റ്റ് ഇത് നമുക്ക് കയറ്റി വെക്കുക 1 ഇഞ്ച്. എന്നിട്ട് ഇതൊന്ന് അളന്ന് നോക്കുക. കറക്റ്റ് ടാപ്പ് വെച്ച് കണ്ട് ആ യോക്ക് അവിടെ 1 ഇഞ്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ബാക്ക് പീസ്മക്ക് അവിടെ അതിൻ്റെ അത്രയും അതിൻ്റെ തുമ്പ് പോകും. അപ്പോൾ 42 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു 41 ഇഞ്ച് ഈ ടോപ്പ് ലെങ്ത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി യോക്കും ഈ പീസ് ഇതുപോലെ ഒപ്പം വരിക. ഈ എക്സ്ട്രാ വരേണ്ട ഈ സൈഡിൽ വരേണ്ട ഈ പീസ് ഉണ്ടല്ലോ, ഇതാണ് പ്ലീറ്റഡ് ആണ് ഈ സൈഡിൽ. ഓക്കെ, സൈഡിൽ പ്ലീറ്റഡ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കൊടുക്കാത്ത കാരണം അതാണ്. ഞാൻ ഇന്നലെ ഒരു ടോപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് ഒക്കെ ഏകദേശം അതേപോലെ. പിന്നെ ഇതിൻ്റെ ഈ മോഡലിന് വേണ്ടി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ യോക്കിൻ്റെ അടിയിലുള്ള പീസ് കുറച്ച് എക്സ്ട്രാ തുമ്പിടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വരിക. പിന്നെ അതിൻ്റെ കൈ ഇതാകും കട്ട് ചെയ്തിട്ടുണ്ട്. കൈ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 16.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യമില്ല. പിന്നെ അതേമാതിരി ഇത് കഴുത്താണ്. നെക്ക് ഒരു 6 ഇഞ്ച് വീതി, ഒരു 5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് നെക്ക് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ബാക്കിലെ കഴുത്ത് മറിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ് മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ആ ടോപ്പിൻ്റെ കട്ടിങ് ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നെക്കിൻ്റെ ഫുള്ളായിട്ട് റൗണ്ടില്ല തുമ്പ് അതിമക്ക് വെച്ച് കണ്ട് ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഫ്രണ്ടിൻ്റെ യോക്ക് എടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ്. ഇതിൻ്റെ വീതി 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 3 ഇഞ്ചിലാണ് വരിക. 3 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കണ്ട് അവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ യോക്ക് ഇതുപോലെ നിർത്തുക. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് യോക്ക്. ഓക്കെ, എന്നിട്ട് ഈ യോക്കിൻ്റെ കറക്റ്റ് സെൻറ്ററത്തെ വെട്ടും നമ്മൾ ഈ നെക്ക് ഒട്ടിച്ച പീസിൻ്റെ അതിൻ്റെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററും ഒപ്പം വെച്ചുകൊണ്ട് ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ അടിക്കട്ടോ. ആ ക്യാൻവാസിന് ചാരിയിട്ട് ഫുള്ളായിട്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസ് നമുക്ക് കയറാത്ത രൂപത്തിൽ ഫുള്ളായിട്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. ഓക്കെ, എന്നിട്ട് ആ എക്സ്ട്രാ ഭാഗം തുമ്പൊക്കെ കട്ട് ചെയ്യണേ. ആ ക്യാൻവാസിന് തട്ടാത്ത രൂപത്തിൽ സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാത്ത രൂപത്തിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് ഓരോ ചെറിയ വേറെ വെട്ടിട്ട് കൊടുക്കട്ടോ. ഫുള്ളായിട്ട് റൗണ്ടിൽ വെട്ടിട്ട് കൊടുക്കണേ. ഓക്കെ, വെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിന് മറിക്കുകയാണ് കേട്ടോ. അപ്പുറത്തേക്ക് ഉൾഭാഗത്തേക്ക് മറിക്കുകയാണ്. ഓക്കെ, മറിച്ചിട്ട് അതിന് ഒരു 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൻ്റെ യോക്കായി. ഇനി ഫ്രണ്ട് പീസ് ഈ ഫ്രണ്ടിൻ്റെ യോക്കുമ്മേ ഈ അടിയിലേക്ക് വരേണ്ട ഈ സ്കേർട്ട് പീസ് ഇതിമ്മ അടിക്കുകയാണ്.
അതിന് കറക്റ്റ് ആ പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിലും ഒരു മാർക്കിംഗ് കൊടുക്കുക. ഈ 2 മാർക്കിങ്ങും ഒപ്പം വരണം. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ പ്ലീറ്റഡ് ആണ്. ഇത് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചാണ് എക്സ്ട്രാ സൈഡിക്ക് എക്സ്ട്രാ തുമ്പിട്ടിട്ടുള്ളത് കേട്ടോ. അതായത് യോക്കിനെയും കാട്ടിലും സൈഡിക്ക് ഓരോ ഭാഗത്തേക്കും 5 ഇഞ്ച് ഈച്ചാണ് എക്സ്ട്രാ തുമ്പ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ അടിഭാഗത്തെ ലൂസ് 16 ഇഞ്ചിലാണ് ഇത് ഫോൾഡ് ചെയ്ത് കണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ ഫ്രണ്ട് ഫിറ്റ് ചെയ്യാണ്, ഈ യോക്ക് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ യോക്കും ഈ പീസും ഇതുപോലെ ഒപ്പം വെക്കണം. സെൻറ്റർ ആ വെട്ട് കറക്റ്റ് ആവണം. അപ്പോൾ ഇത്രയും എക്സ്ട്രാ വരും. അത് 2 സൈഡിലും ജോയിൻറ്റ് ചെയ്യാണ്. ആ പ്ലീറ്റ് ഇടാനുള്ള എക്സ്ട്രാ ഒരു 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ടാൽ മതി. എന്നാൽ തന്നെ പ്ലീറ്റ് ഇടണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ഇത് അടിച്ച് വരികയാണ്. കറക്റ്റ് ഈ യോക്കിൻ്റെ ഈ തുമ്പും ഈ പീസും ഒപ്പം വെച്ചുകൊണ്ട് ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വരെ ഫസ്റ്റ് അടിച്ച് നിർത്തുക. എന്നിട്ട് ചെറിയ ഓരോ പ്ലീറ്റ് ഇടുക കേട്ടോ. അങ്ങനെ പ്ലീറ്റ് ഇട്ട് പോരുക. ആ 2 പീസിൻ്റെയും സെൻറ്റർ നമ്മൾ ഓരോ വെട്ടിട്ടിട്ടുണ്ട്. ആ സെൻറ്ററത്തെ മാർക്കിങ് ഒപ്പം വരുന്ന അതുവരെ പ്ലീറ്റ് ഇടുക. ഓക്കെ, അങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകാണ്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ഓരോ പ്ലീറ്റ് ഇട്ടുകാണ്ട് പോരുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആ യോക്കിൻ്റെ സെൻറ്റർ ഒരു വെട്ടിട്ടുണ്ട്. ഇതാ ഈ വെട്ടും ഈ പീസിൻ്റെ ഈ 2 മാർക്കിങ്ങും ഒപ്പം വരുന്ന അതുവരെ പ്ലീറ്റ് ഇടുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ട് അടിച്ചു പോരുക. അടിച്ചു പോന്നിട്ട് ഈ 2ാമത്തെ സൈഡിലും അതേപോലെ പ്ലീറ്റ് ഇടണം. ഈ പ്ലീറ്റ് ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് വരെയാണ് ആ യോക്കിൻ്റെ ഇവിടുന്ന് പ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അതുവരെ അടിച്ച് നിർത്തുക. അവിടുന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഈ ചെയ്യണം അതേപോലെ ഒരേ അളവിൽ തന്നെ ഒരേ വ്യത്യാസത്തിൽ തന്നെ 2 സൈഡിലും പ്ലീറ്റ് ഇടുക. ഓക്കെ, അങ്ങനെ ആ ഫ്രണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക. ലാസ്റ്റ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് നിർത്തിക്കാണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ പ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് ഇതേപോലെ വരും. 2 സൈഡിലും ഇതേപോലെ പ്ലീറ്റായി, ഇവിടെയും പ്ലീറ്റായി, ഒരേപോലെ ഇവിടെ അതേപോലത്തെ പ്ലീറ്റായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുകയാണ്. ബാക്കിൻ്റെ യോക്ക് എടുക്കുക. യോക്ക് എടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നിർത്തി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്യുക. 3 ഇഞ്ചിൽ ഇവിടെ മാർക്കിംഗ് ഉണ്ട്. ആ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അടിക്ക് ഒരു 2.5 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഷേപ്പ് വരച്ചിട്ട് അത് 2ാമത്തെ സൈഡിൽ പ്രസ് ചെയ്യേണ്ട രൂപത്തിൽ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ 2ാമത്തെ സൈഡിൽ അതേപോലെ തന്നെ ആ കഴുത്തിൻ്റെ മാർക്കിംഗ് വരും. ഓക്കെ, എന്നിട്ട് ഈ പീസ് വെക്കുകയാണ്. ഈ പീസ് എടുത്തിട്ട് ഈ പീസിൻ്റെ 3 ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തടിക്കുകയാണ്. ഓക്കെ, അതായത് ബാക്കത്തെ യോക്കിൻ്റെ കഴുത്ത് മറിക്കാനുള്ളൊരു പീസാണ്. ഇതിൻ്റെ 3 സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തടിച്ചിട്ടോ. 3 ഭാഗം അടിച്ചു. എന്നിട്ട് മുകൾ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ് സെൻറ്ററിൽ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ യോക്ക് ഇതിന് മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ കഴുത്തിന് അടിച്ച് മറിക്കുകയാണ് കേട്ടോ. ഇതാണ് കഴുത്ത് ഇതിലെ വരുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ആ മാർക്കിംഗ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അടിച്ചുകൊണ്ട് മറിക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയിട്ട് ആ ഷേപ്പിലൊക്കെ ചെറിയ വരെ വെട്ടിട്ട് കൊടുക്കുക, സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ. എന്നിട്ട് അടിഭാഗത്തുള്ള ആ പീസ് നമ്മൾ ഫ്രണ്ട് ഫിറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ ബാക്ക് പീസിൻ്റെയും ഈ അടിഭാഗത്തേക്ക് ആ സ്കേർട്ടിൻ്റെ പീസ് ഫിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഒരു 1 ഇഞ്ചിന് അടിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം പ്ലീറ്റ് ഇടുകയാണ്. ആ യോക്കിൻ്റെ സെൻറ്ററും ഈ സ്കേർട്ട് പീസിൻ്റെ സെൻറ്ററിൻ്റെ മാർക്കിങ്ങും ഒപ്പം വരുന്ന അതുവരെ ഈ സൈഡിൽ പ്ലീറ്റ് ഇടുക. ഓക്കെ, നമ്മളെ ഫ്രണ്ടിന് ചെയ്ത അതേപോലെ തന്നെയാണ് ഈ ബാക്ക് പീസും അതേപോലെ തന്നെ പ്ലീറ്റ് ഇടുക കേട്ടോ. അങ്ങനെ സെൻറ്റർ ഭാഗം ഒപ്പം വരുന്ന വരെ പ്ലീറ്റ് ഇടുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ പ്ലീറ്റ് എത്ര അളവിലാണ് കിടക്കുന്നത് അത്രയും അളവ് ഇവിടെ യോക്കുമ്പോൾ മാർക്ക് ചെയ്യാതെ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 2ാമത്തെ സൈഡിക്കും അതേപോലെ തന്നെ സെയിം ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക. അതേപോലെ പ്ലീറ്റ് ഇട്ട് പോരും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഭാഗം ഫുള്ള് അതിന് പ്ലീറ്റ് ഇട്ടു. എന്നിട്ട് അടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് പീസും ആ യോക്കിൻ്റെ അടിഭാഗം ഇതുപോലെ ഫിറ്റ് ചെയ്തു. ഓക്കെ, 2 സൈഡിലും പ്ലീറ്റ് ആയിട്ട്. ഇനി ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ പീസ് ഇനി നമ്മൾ കഴുത്തടിക്കണം. അപ്പോൾ അതിന് മുമ്പേ ഈ പീസിന് മറിച്ച് വെക്കുക. കറക്റ്റായിട്ട് മറിച്ച് വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ
ഈ എൻഡ് കൊണ്ടുപോയിക്കാണ്ട് കറക്റ്റ് അവിടെ വെട്ടാണെങ്കിലൊക്കെ വെട്ടി ക്ലിയർ ആക്കി കൊടുക്കുക. ഈ എൻഡ് കറക്റ്റ് ഈ ജോയിൻറ്റിൽ വെക്കുക. എന്നിട്ട് ആ പീസ് ഈ ഫ്രണ്ട് മക്ക് മറിച്ചിട്ടുണ്ട് അടിക്കുക. ഇതേപോലെ കേട്ടോ. അതായത് ഷോൾഡർ അവിടെ ജോയിൻറ്റ് ചെയ്യാണ്. ഈ പീസിന് മറിച്ച് വെക്കുക. മറിച്ച് വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് കറക്റ്റ് കൊണ്ടുപോയിക്കാണ്ട് ആ പീസ് ജോയിൻറ്റ് ചെയ്ത് ആ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഇവിടുന്ന് അടിച്ച് പോരുക. എന്നിട്ട് ഈ പീസ് ഇതിമ്മക്ക് മറിച്ച് കൊടുക്കുക ഫ്രണ്ട് മക്ക്. അങ്ങനെ ആ ഷോൾഡറിന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിന് മറിക്കുകയാണ്. അപ്പോൾ ആ കഴുത്തിൻ്റെ ആ എൻഡിലുള്ള കുറച്ച് ഭാഗത്ത് തുമ്പ് ആ പീസിൻ്റെ ഉള്ളിൽ കയറി വെക്കും. ഓക്കെ, എന്നിട്ട് ഇതിന് ഷോൾഡറിന് മേലടി അടിക്കുകയാണ്. ഓക്കെ, ഇതേപോലെ വരും കേട്ടോ. ഉൾഭാഗത്ത് ഇതേപോലെ വരും. എന്നിട്ട് ഇങ്ങനെ വെച്ചുകാണ്ട് ആ തുമ്പ് ആ ബാക്ക് പീസ്മൊക്കെ ഇട്ടുകാണ്ട് ആ ബാക്കിൻ്റെ ഷോൾഡറിന് ഇതുപോലെ മേലടി അടിക്കുക. മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിന് മറിച്ച് വെച്ചുകാണ്ട് ഈ ബാക്ക് പീസിൻ്റെ കഴുത്ത് നമ്മൾ മറിച്ച പീസില്ലേ, ഈ പീസ് ഈ ബാക്ക് പീസുമേ ഇങ്ങനെ വെച്ച് ഈ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതിമ്പോൾ പതിച്ച് വെച്ചുകാണ്ട് സ്റ്റിച്ച് ചെയ്യണേ. ഓക്കെ, അങ്ങനെ ആ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ആ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ വരും. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള തുമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ കൈ ഫിറ്റ് ചെയ്യാണ്. കൈയിൻ്റെ ബോട്ടം ആദ്യം മടക്കിയടിക്കുക. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുകയാണ്. അങ്ങനെ 2 കൈയിൻ്റെ ബോട്ടിന് അതുപോലെ മടക്കിയടിക്കുക കേട്ടോ. അങ്ങനെ 2 ബോട്ടിന് അതുപോലെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിച്ചെടുത്തിട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഈ പീസ് കൈ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ റിഗാളുണ്ടല്ലോ, റിഗാളും അതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ടത് ഒപ്പാണോ നോക്കുക, കറക്റ്റാണോ. ഓക്കെ, ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഈ തലക്കം തന്നെ ഫിറ്റ് ചെയ്ത് പോരുക. കറക്റ്റ് ഫിറ്റ് ചെയ്ത് പോരുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററും ഈ ഷോൾഡർ അടിച്ച് ഈ ജോയിൻറ്റും കറക്റ്റായിട്ട് വരണം. ഓക്കെ, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ. 2 പീസും ഒപ്പം വെച്ചുകൊണ്ട് ഇവിടുന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കൈയും ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൈയിൻ്റെ സെൻറ്ററത്തെ മാർക്കിങ്ങും നമ്മൾ ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ആ ജോയിൻറ്റും കറക്റ്റായിട്ട് ഒപ്പം വരണം. അങ്ങനെ ആ കൈ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും ഫിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 കൈയും ഫിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാണ്. കൈയിൻ്റെ സൈഡ് നമ്മൾ 1 ഇഞ്ച് തുമ്പാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. ആ 1 ഇഞ്ച് തുമ്പിൽ ഇതിൻ്റെ സൈഡും കൈയും ഫുള്ളായിട്ട് പിടിക്കട്ടോ. അങ്ങനെ അടിഭാഗം വരെ അടിക്കുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് അടിക്കുക. കൈയും സൈഡ് അടിക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ബോട്ടം അടിക്കുകയാണ്. ബോട്ടം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഡബിൾ 2 ഫോൾഡ് ചെയ്ത് കണ്ട് അടിഭാഗം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അടിച്ച് പോരും കേട്ടോ. ഇതോടുകൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഓക്കെ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പ് നമുക്കെന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ യോക്കിൻ്റെ അടിഭാഗത്തേക്കും ബാക്കിൻ്റെ യോക്കിൻ്റെ അടിഭാഗത്തേക്കും 2 സൈഡിലും പ്ലേറ്റ് ഇട്ടൊരു മോഡലാണ്. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.